ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കത്തോലിക്ക സഭ വിശുദ്ധ അന്നായുടെയും ജോവാക്കുമിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം പരിശുദ്ധ അമ്മയുടെ അമ്മയായ വിശുദ്ധ അന്നാമ്മയുടെ തിരുനാളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി കുടുംബജീവിതം നയിക്കുന്ന എല്ലാ മാതാപിതാക്കളും പ്രാർത്ഥിക്കട്ടെ. കുഞ്ഞുങ്ങളെ ഈശോയുടെ വലിയ സ്നേഹത്തിൽ ഈശോയുടെ ആൾത്താരോട് ചേർത്ത് ജീവിപ്പിക്കാനുള്ള, നയിക്കാനുള്ള, വളർത്താനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വചനം പറയും, ആദാംരൂപത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യം പൂർത്തിയാക്കാൻ, ദൈവം ആഗ്രഹിക്കുന്നിടത്തോളം ആ ഒരു തലത്തിലേക്ക് വളരാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മൾ ജെറമ്യാ പ്രവാചകനിൽ വീണ്ടും വായിക്കും, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ദൈവമേ, ആ യഥാർത്ഥ പദ്ധതി ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടാവാം, ചിലപ്പോൾ നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നാം ഓൺ ദ വെയിലായിരിക്കാം. എനിവേ, കർത്താവ് ആഗ്രഹിക്കുന്ന സ്വർഗത്തിൻ്റെ പദ്ധതിയിലേക്കുള്ള ഒരു യാത്ര, കർത്താവെ അത് കണ്ടെത്തി അത് പൂർത്തിയാക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. ഈശോയുടെ വലിയ ആഗ്രഹമാണ് നാം എല്ലാവരും സ്വർഗത്തിലായിരിക്കണം എന്നുള്ളത്. അപ്പോൾ സ്വർഗത്തിലായിരിക്കണം എന്നുള്ള സ്വർഗത്തിൻ്റെ ആഗ്രഹത്തിന് ആ ദൈവിക പദ്ധതിയോട് ഞാനും നിങ്ങളും പങ്കുചേരുന്നില്ലെങ്കിൽ അത് പൂർത്തിയാക്കാൻ നമുക്ക് പറ്റാതെ വരും. ഈശോയെ, അതുകൊണ്ട് സ്വർഗത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കാൻ, ദൈവിക പദ്ധതിക്ക് എപ്പോഴും ചേർന്ന് നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.